ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി ലേബർ കമ്മീഷണർ. ജീവനക്കാരുമായുള്ള തർക്കം രൂക്ഷമാകുന്നതിന് ഒരാഴ്ച മുമ്പ് മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കി ലേബർ കമ്മീഷണർ അയച്ച കത്തിലെ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. സമരത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രിയോടെ 300ഓളം ക്യാബിൻ ക്രൂ അംഗങ്ങൾ അസുഖബാധിതരാണെന്ന് റിപ്പോർട്ട് ചെയ്യുകയും തങ്ങളുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 90ഓളം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ബുധനാഴ്ച റദ്ദാക്കിയത്. തൊഴിൽ നിയമലംഘനങ്ങൾ നടന്നുവെന്നാണ് റീജിയണൽ ലേബർ കമ്മീഷണർ എയർ ഇന്ത്യ ചെയർമാൻ നടരാജൻ ശേഖറിനും മറ്റുള്ളവർക്കും അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റ് നടപടികളിലേക്കും ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങളിലേക്കും തയ്യാറായിട്ടില്ല. തെറ്റായ വിവരങ്ങളും വ്യാഖ്യാനങ്ങളും നൽകി HR ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ജീവനക്കാരുടെ പരാതികളും HR ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനവും പരിശോധിക്കാൻ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നും ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചു. തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജീവനക്കാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള പുതിയ സംവിധാനത്തെ ചൊല്ലിയും ജീവനക്കാരോടുള്ള തുല്യതയില്ലാത്ത പെരുമാറ്റവും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നാണ് തൊഴിലാളി യൂണിയൻ പറയുന്നത്. ഇതിനിടെ ജീവനക്കാരുടെ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ അടുത്ത ദിവസങ്ങളിലും സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് CEO അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.